ഹായ് ഗായ്സ്, നിഹാരിക വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രെയിമാണ്. ഭയങ്കര കുട്ടി ഫ്രെയിമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഞങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടേക്കെന്ന് വിശ്വസിക്കുന്നു. കണ്ടെങ്കിലേ വേഗം തന്നെ ചാനലിൽ പോയി കാണുക. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ A4-ലാണെങ്കിൽ A4-ൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് 17 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്ററും എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ട് വലിപ്പം കൂട്ടണമെങ്കിൽ 20 സെൻറ്റിമീറ്ററും 18 സെൻറ്റിമീറ്ററും എടുക്കാവുന്നതാണ്. ഞാനിപ്പം ചെറിയ ഫ്രെയിം ആയതുകൊണ്ട് 15ഉം 17ഉമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 4 സൈഡിലും 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 4 വരകൾ വരയ്ക്കാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ. അപ്പോൾ 4 സൈഡിലും 4 വരകൾ വരയ്ക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. 1 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചിട്ട് ഓരോരോ കുത്തിടുക 4 ഇതായിട്ട്. എന്നിട്ട് അവിടെ ആ കുത്ത് തട്ടിയിട്ട് താഴേക്ക് വരച്ചു കൊടുക്കുക നേരെ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഓൺ ആക്കിയാലാണ് എൻ്റെ വീഡിയോ. അതുപോലെ 4 സെൻറ്റിമീറ്റർ എല്ലാ സൈഡും വരച്ചു കൊടുക്കുക, 4 ഭാഗം. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ താഴത്ത് വരയ്ക്കാനായിട്ട്. അതേപോലെ അത് തിരിച്ചു വെച്ചതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് ആ വരയില്ല, അവിടെയും വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ വെറുതെ നേരെ വരച്ചു കൊടുക്കാവുന്നത്. അങ്ങനെ 4 സൈഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ചെയ്തെടുക്കാണ് ഈ വീഡിയോ കാണുക. ഭയങ്കര സിമ്പിളാണ് ആയിട്ട് കണ്ടുണ്ടാക്കാനായിട്ട്. ഫ്രെയിം ഗ്ലൂ വെച്ച് ലാസ്റ്റ് ഒട്ടിക്കാം. ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലേ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതേപോലത്തെ ക്രാഫ്റ്റുകളെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതേപോലെ 4 സൈഡിലും ഇങ്ങനെ വരച്ചാൽ ലാസ്റ്റ് 4 സൈഡിലും ഒരു ഞാൻ ഇപ്പം കാണിച്ചതുപോലെയുള്ള സൈഡ് ഉണ്ടാവും. കൊടുക്കുക, പാട്ട് കൊടുക്കുക, കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്നും കൂടി പറയാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇതേപോലെ കിട്ടിയതിന് ശേഷം ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ മൂന്നാമത്തെ ഇതില്ലേ ആ സ്ഥലത്ത് 1 സെൻറ്റിമീറ്റർ വെച്ച് കുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യാം, അത് 2 സൈഡിൽ ചെയ്താൽ മതി കേട്ടോ. വലിയ 2 സ്ഥലത്ത് ഞാൻ ചെയ്ത പോലെ 1 സെൻറ്റിമീറ്റർ വെച്ച് കുത്തിടുക. അതിന് ശേഷം അത് ആ കള്ളിയിൽ മാത്രം നേരേക്ക് വരച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ ചെയ്യാം. ബാക്കിയുള്ള സ്ഥലത്തും കൂടി ചെയ്യാം. നമ്മളെ വലിയ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഇവിടെ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, ബാക്കിയുള്ളിടത്തൊന്നും ചെയ്യണ്ട. ഞാൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ 4 സൈഡിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഇപ്പം വരച്ച ആ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്താലാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു മിനി രൂപം കിട്ടുന്നത്. ഇതാ ഞാൻ ഇപ്പോൾ കാണിച്ചതിനെ കത്രിക കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആയിരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ സ്കെയിൽ ഉപയോഗിച്ച് ഇപ്പം ചെയ്യുന്ന പോലെ ചെയ്യുക. 4 സൈഡിലും ചെയ്യണം, എന്നാലാണ് അത് കിട്ടുക. നല്ലൊരു ഫ്രെയിമിൻ്റെ രൂപം കിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് നിങ്ങൾക്ക് അടിയിൽ പശ വെച്ച് ഒട്ടിക്കാവുന്നതാണ്. പശ ഒട്ടിക്കാണ്ട് തന്നെ നമുക്ക് അത് ഭയങ്കര ലൂസായിട്ടാണ് ഉണ്ടാവുക. പശ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് വെച്ച് മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ ലാസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പശ ഉപയോഗിച്ചിട്ടില്ല, സെല്ലോ ടേപ്പ് കൊണ്ട് മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ 4 സൈഡും ചെയ്താൽ ഇതേപോലെ മടക്കി കൊടുക്കാം, വീഡിയോ കാണുന്നത് പോലെ. എന്നിട്ടിങ്ങനെ അതൊന്ന് വെച്ചാൽ മതി. നമുക്ക് പശ ഒട്ടിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ ആ വീഡിയോ ഓഫ് ചെയ്തിട്ട് ആ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ചെയ്തതിനെക്കാട്ട് നമുക്ക് പശ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എൻ്റെ അടുത്ത് പശ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ പശ ഇല്ലാണ്ട് ചെയ്തതാണ്. പശ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ.
ഇതേപോലെ മടക്കി ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഒന്നും കൂടി പറയണേ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.